ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ ഒരു ഫ്യൂവലിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂവൽ ലീക്ക് ഉണ്ടായി. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഫ്യൂവൽ ലീക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറേ പേരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, വണ്ട് കുത്തി, അതായത് ഈ പെട്രോൾ കുടിക്കുന്ന ഒരു ബീറ്റിലുണ്ട്, അത് വന്ന് കുത്തി ഫ്യൂവൽ പോകുന്നുണ്ട്, ആ ഹോൾസിൽ കൂടെ നമ്മുടെ ഫ്യൂവൽ ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഫ്യൂവൽ ലീക്കാകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂവലിൻ്റെ ഹോസ് മാറിവിടും. അങ്ങനെ ഹോസ് മാറിവിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോബ്ലം മാറുന്നതായിരിക്കും. പക്ഷേ എന്നാലും ചിലർക്ക് ഈ ഹോസ് മാറിയതിന് ശേഷം പിന്നെയും ഈ പറയുന്ന ഒരു ഫ്യൂവൽ ലീക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഫ്യൂവൽ ലീക്ക് ആയിരിക്കത്തില്ല, ഫ്യൂവലിൻ്റെ സ്മെല്ല് വരുന്നു. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ വാഹനം വെറുതെ ഐഡിലിങ്ങിൽ നിൽക്കുന്ന സമയത്ത് വാഹനത്തിൽ നിന്നൊരു പെട്രോൾ സ്മെല്ല് കയറി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർബോഡിയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്നൊരു സ്മെല്ല് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ നിന്നൊരു ഫ്യൂവൽ സ്മെല്ല് വരുന്നു? ശരിക്കും ഫ്യൂവൽ സ്മെല്ല് വരണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ലീക്ക് ആകണം. ലീക്ക് ആകാത്ത പക്ഷം ഒരു കാരണവശാലും പെട്രോൾ സ്മെല്ല് ഒരു വാഹനത്തിൽ നിന്നും വരാൻ പാടില്ല. അതായത് ഒരു വാഹനത്തിൽ നിന്നും പെട്രോൾ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ ലീക്ക് ഉണ്ട്. പെട്രോൾ ലീക്ക് ഇല്ലാത്ത സ്ഥാനത്തിൽ ഒരു കാരണവശാലും വാഹനത്തിൽ നിന്ന് പെട്രോൾ സ്മെല്ല് വരത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കാരണം എന്തായിരിക്കും? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഹോസുകളെല്ലാം റീപ്ലേസ് ചെയ്തു. വാഹനം പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പെട്രോൾ ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്ത് നോക്കാം, വിഷ്വലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ രണ്ടാമത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ കാണുന്ന കാനിസ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. ഈ കാണുന്ന യൂണിറ്റ്, ഇത് പല വാഹനത്തിനും പല ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ കാണുന്നൊരു വാഗണാറാണ്. ഈ വാഗണാറിലിരിക്കുന്ന ഒരു ഫോമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ലൈൻസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ വണ്ണം കൂടിയ ഒരു ലൈൻ, ഈ ഒരു വണ്ണം കൂടിയ ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ടാങ്കിൽ നിന്നും വരുന്ന ലൈനാണ്. ഈ ലൈൻ നേരെ ഇതിലേ വന്ന് നേരെ നമ്മുടെ ഇതിലേ കയറി, കണ്ടോ, ഈ സൈഡിൽ കൂടെ വന്നു, ഇതിലേ വന്നു, ഇങ്ങനെ കയറി നേരെ നമ്മുടെ റെയിലിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ഫ്യൂവൽ റെയിലിലോട്ട് പോകുന്നുണ്ട്. പിന്നെ വരുന്നൊരു വണ്ണം കൂടിയ ലൈൻ നേരെ ഈ കാനിസ്റ്ററിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ കാനിസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂവൽ വേപ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ നിൽക്കുന്നത് എല്ലാം നേരെ ഇതിലോട്ട് വരും, ഈ കാനിസ്റ്ററിലോട്ട് വരും. ഈ കാനിസ്റ്ററിൽ നിന്ന് നേരെ വന്ന് അത് ഔട്ട്പുട്ട് ഇങ്ങനെ പോയി ഇതിലേ വന്ന് ഇവിടെ ഒരു പെർജ് കൺട്രോൾ വാൽവ് എന്ന് പറയുന്ന വാൽവുണ്ട്, ഈ കാണുന്നത്. അപ്പം ഈ ഒരു വാൽവാണ് ശരിക്കും നമുക്ക് എപ്പോഴാണോ ഫ്യൂവലിൻ്റെ അംശം, അല്ലെങ്കിൽ ഫ്യൂവൽ എപ്പോഴാണോ കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ ഒരു സഡനായിട്ടൊരു ആക്സിലറേഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ കാണിച്ച പെർജ് കൺട്രോൾ വാൽവ് ആക്ടിവേറ്റ് ആയി, അതായത് ഓപ്പണായി നേരെ ഈ കാനിസ്റ്ററിനകത്തുള്ള ഫ്യൂവലിൻ്റെ ഗ്യാസ്, അല്ലെങ്കിൽ ആ ഫ്യൂവൽ അതിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ കൂട്ടി ആണ് കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടെ ചെല്ലുന്ന സമയത്താണ് നമുക്കൊരു ഐഡിയൽ പവർ കൂടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെ ലീക്ക് വരുമെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന റബ്ബർ ഹോസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ ശ്രദ്ധിക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ ഗ്യാസ് മാത്രമാണ് പോകുന്നത്, ഒരു ഫ്യൂവൽ പോകുന്നില്ല. ഇങ്ങനെ ഗ്യാസ് പോകുന്ന ലൈൻസിൽ ഉറപ്പായിട്ടും ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഏതെങ്കിലും രീതിക്ക് ആ റബ്ബർ ഹോസിൽ കീറലോ അല്ലെങ്കിൽ ഹോളോ കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിലേ വരുന്ന മെറ്റൽ ഹോസ്, ഇപ്പം ഇത് ഇവിടം വരെ വരുന്നത് റബ്ബറാണ്, ഇങ്ങോട്ട് വരുന്നത്, ഇതിൽ നിന്ന് താഴോട്ട് പിന്നെ പോകുന്നതെല്ലാം മെറ്റലാണ് വരുന്നത്. ആ മെറ്റൽ ഹോസിന് എന്തെങ്കിലും രീതിക്ക് ബ്രേക്കോ അല്ലെങ്കിൽ അണ്ടർബോഡി ഹിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ അതിൽ നിന്ന് ഫ്യൂവൽ ലീക്ക് ഉണ്ടാകത്തില്ല. അതായത് ഫ്യൂവൽ പുറത്തോട്ട് പോകത്തില്ല, പക്ഷേ ഈ ഗ്യാസിൻ്റെ ഫോമിലായിരിക്കും പോകുന്നത്. അങ്ങനെ ഗ്യാസിൻ്റെ ഫോമിൽ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്യൂവലിൻ്റെ ഒരു സ്മെല്ല് വരുന്നതും പെട്രോളിൻ്റെ കണ്ടൻറ്റ് കുറയുന്നതും വാഹനത്തിൻ്റെ മൈലേജ് ഇല്ലാതെ വരുന്നതും. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ വാഹനത്തിൽ ഫ്യൂവൽ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, പുറത്തോട്ട് പെട്രോളായിട്ട് ലീക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ പറഞ്ഞ ഹോസിന് പ്രശ്നം കാണും. അങ്ങനെയാണെങ്കിൽ ഹോസോ അല്ലെങ്കിൽ ആ വരുന്ന മെറ്റൽ പൈപ്പിലോ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റീപ്ലേസ് ചെയ്ത് വിടുക.